Hey all, good morning to everyone. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വി എൻ്റർ ടു ദ തേർഡ് സെമസ്റ്റർ. ഓക്കെ, തേർഡ് സെമ്മ് കുറച്ചുകൂടെ ക്യൂം എളുപ്പമാണ്. ജസ്റ്റ് കുറച്ച് മെത്തേഡ്സാണ് പഠിക്കാനുള്ളത്. മെത്തേഡ്സ് മീൻസ് സം അപ്രോക്സിമേഷൻസ് മെത്തേഡ്സ്. അപ്പം എന്താണ് ഈ അപ്രോക്സിമേഷൻ മെത്തേഡ്? നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്തു. 1 ഡയമെൻഷൻ പ്രോബ്ലം സോൾവ് ചെയ്തു, 3 ഡയമെൻഷൻ ചെയ്തു. അപ്പം നമുക്ക് ഏത് ഡയമെൻഷനും ഇഫ് അതിൻ്റെ കറസ്പോണ്ടിങ് പൊട്ടൻഷ്യൽ വി ഓഫ് ആർ നോൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പം നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഓരോന്നിലും ഓരോ ഡിഫറെൻറ്റ് സൊല്യൂഷനാണ് നമുക്ക് കിട്ടുക. ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് അല്ലെങ്കിൽ നാച്ചർ ഓഫ് വി ഓഫ് ആർ അല്ലെങ്കിൽ ക്യാരക്ടർ ഓഫ് വി ഓഫ് ആറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ സൊല്യൂഷൻസും കറസ്പോണ്ടിങ് ബൗണ്ടറി കണ്ടീഷൻസൊക്കെ നമ്മൾ ആക്ട് ചെയ്യുക. അപ്പം അവിടെ വരുന്ന ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, വി ഓഫ് ആർ സിമ്പിളാണ്. പൊതുവേ നമ്മളെടുത്ത കേസിലൊക്കെ പൊതുവേ സിമ്പിളായിട്ടുള്ള കേസാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. വെൻ വി കൺസിഡറിങ് ദ മോർ ഡേഞ്ചറസ് മീൻസ് അല്ല കോംപ്ലക്സ് വി ഓഫ് ആർ അല്ലെങ്കിൽ കോംപ്ലക്സ് ഫോമാറ്റിലുള്ള അല്ല വി ഓഫ് ആറിൻ്റെ കോംപ്ലക്സ് ഫോമിലുള്ള വി ഓഫ് ആർ പൊട്ടൻഷ്യൽ എനർജി വരുന്ന പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് ഷ്രോഡിഞ്ചർ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. പക്ഷെ നമുക്ക് എന്ത് പറ്റില്ല, എക്സാക്ട്ലി സോൾവ് ചെയ്യാൻ കഴിയില്ല. അപ്പം അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ അപ്രോക്സിമേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കലിൽ നമ്മൾ ഒരുപാട് അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ക്യു എമ്മിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്രോക്സിമേഷൻ മെത്തേഡ്സ് ഉണ്ട്. ആ അപ്രോക്സിമേഷൻ മെത്തേഡ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ബേസ്ഡ് ഓൺ ദ ടൈം ഡിപ്പെൻഡൻസി ഓഫ് ഹാമിൽട്ടോണിയൻ. നമ്മുടെ ഫോർ എ സിസ്റ്റം ദേ ഹാവ് എ ഹാമിൽട്ടോണിയൻ. ഇഫ് ദ ഹാമിൽട്ടോണിയൻ ഈസ് ടൈം ഇൻഡിപെൻഡൻറ്റ്, ദാറ്റ് ഈസ് ഹാമിൽട്ടോണിയൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം advances or does not change with the time progression, then we use some types of approximation method. And if the Hamiltonian is dependent on time, or we choose the time dependent Hamiltonian, there is another method. So in this module we have to in this semester നമുക്ക് ഏകദേശം 4 ടൈപ്പ് അപ്രോക്സിമേഷൻ മെത്തേഡ്സ് പഠിക്കാനുണ്ട്. ഈ 4 ടൈപ്പ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഏകദേശം 3 മൊഡ്യൂളായിട്ടാണ് കിടക്കുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടുർബേഷൻ തിയറി, സെക്കൻഡ് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് WKB പ്ലസ് വേരിയേഷണൽ, തേർഡ് ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടുർബേഷൻ തിയറി. അപ്പം ഈ 3 മൊഡ്യൂളും പഠിക്കുന്ന ഒരു കോമൺ ഫീച്ചർ പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ തിയറി പഠിക്കും, ദെൻ നമ്മൾ പ്രോബ്ലംസ് ചെയ്യും. അപ്പം നമ്മൾ അങ്ങനെയാണ് ഈ 3 മൊഡ്യൂളും പഠിക്കുന്നത്. അപ്പം നമ്മൾ അപ്രോക്സിമേഷൻ മെത്തേഡ് എപ്പോഴാണ് യൂസ് ചെയ്യുകയെന്ന് പറഞ്ഞു. ഈ അപ്രോക്സിമേഷൻ മെത്തേഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇഫ് ദ ഹാമിൽട്ടോണിയൻ ഈസ് ടൈം ഇൻഡിപെൻഡൻറ്റ്, ദെൻ there are 3 types of approximation method. First one, time independent perturbation theory. Second one, WKB method. Next, variational method. Next approximation methodൽ ടൈം ഇൻഡിപെൻഡൻറ്റ് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ നമുക്ക് ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടുർബേഷൻ തിയറി ഉണ്ട്. അപ്പം ഇത് തന്നെ ഓരോന്നും നമുക്ക് തോന്നിയ പോലെ ചൂസ് ചെയ്യാനല്ല, ഓരോന്നിനും കണ്ടീഷൻ്റെ എപ്പം ആക്ട് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഓരോന്നിൻ്റെ ക്രൈറ്റീരിയ നമ്മൾ ഓരോ ചാപ്റ്റർ അതായത് ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഡിസ്ക്രൈബ് ചെയ്യും. അപ്പം നമ്മൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് പോവുകയാണ്, വിച്ച് ഈസ് ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടുർബേഷൻ തിയറി. ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടുർബേഷൻ തിയറി. സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണ്, വിച്ച് ഈസ് ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടുർബേഷൻ തിയറി. ടൈം ഇൻഡിപെൻഡൻറ്റ് ഓർ സ്റ്റേഷനറി പെർട്ടുർബേഷൻ തിയറി. അപ്പം ഞാൻ ഓരോന്ന് പറഞ്ഞു, ഈ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യാൻ സം ക്രൈറ്റീരിയ ഉണ്ട്. സോ ഈ ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടുർബേഷൻ അല്ലെങ്കിൽ സ്റ്റേഷനറി പെർട്ടുർബേഷൻ തിയറി നമ്മൾ ഇങ്ങനെയുള്ള ഏതൊക്കെ ടൈപ്പിലുള്ള പ്രോബ്ലംസിലാണ് യൂസ് ചെയ്യാൻ നമുക്കൊന്ന് ചെയ്യാം. അപ്പം ഫസ്റ്റ് ഡിസ്ക്രീറ്റ് എനർജി ആയിരിക്കണം. ദെൻ ഒരു സ്മോൾ സിസ്റ്റത്തിന്, അതായത് നമ്മൾ ഐഡിയൽ കേസല്ല ഡിസ്കസ് ചെയ്യുന്നത്, ഓക്കെ അല്ലേ? നമ്മൾ ഐഡിയൽ കേസല്ല മീൻസ് നമുക്ക് എല്ലാ കേസിലും പൊട്ടൻഷ്യൽ കോംപ്ലക്സ് ആവുന്ന കേസിൽ അല്ലെങ്കിൽ ഐഡിയൽ കേസിൽ മാത്രമേ പൊട്ടൻഷ്യൽ സിമ്പിൾ ആവുന്ന കേസിലും ഐഡിയൽ കേസിലും മാത്രമേ നമുക്ക് എക്സാക്ട്ലി ഷ്രോഡിഞ്ചർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ക്യു എമ്മിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിയും. പക്ഷേ ഐഡിയൽ കേസല്ല, ഒരു സ്മോൾ വേരിയേഷൻ, സ്മോൾ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് ഒരു സ്മോൾ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്യും. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന്, അതായത് അതിനൊരു സ്മോൾ
എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ എനർജി വരിക, പൊട്ടൻഷ്യലിൻ്റെ ടേം വരിക, അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി യൂസ് ചെയ്യുക. അതിൽ തന്നെ കേസ് ആയിരിക്കണം ഇതിൻ്റെ എനർജി ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് ആയിരിക്കണം. ദെൻ ഇവിടെ സ്മോൾ ഡിസ്റ്റർബൻസ്, ഈ സ്മോൾ ഡിസ്റ്റർബൻസിനെയാണ് പെർട്ടർബേഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന് ഒരു ചെറിയ ഡിസ്റ്റർബൻസേ ഉണ്ടാവാൻ പാടുള്ളൂ. മീൻസ് ഡിസ്റ്റർബൻസ് അപ്രോക്സിമേറ്റ്ലി മൈന്യൂട്ട് ആയിരിക്കണം, നെഗ്ലിജിബിൾ ആയിരിക്കണം. നെഗ്ലിജിബിൾ മീൻസ് നമ്മൾ 0 ആയിട്ട് എടുക്കാനും പാടില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ നെക്സ്റ്റ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം എന്താണ്, നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുകയാണ്, ആ പ്രോബ്ലം ചെയ്യുന്നത് എന്താണ്, ഒരു പെർട്ടർബ്ഡ് സിസ്റ്റമാണ്. പെർട്ടർബ്ഡ് സിസ്റ്റം മീൻസ് അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു ഡിസ്റ്റർബ്ഡ് സിസ്റ്റം. ഈ ഡിസ്റ്റർബ്ഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഐഡിയൽ കേസ് ഉണ്ടാവുമല്ലോ, അതായത് അൺഡിസ്റ്റർബ്ഡ് ഓർ അൺപെർട്ടർബ്ഡ് സിസ്റ്റം. ഈ അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷനും എനർജിയും നമുക്ക് എന്തായിരിക്കണം, നോൺ ആയിരിക്കണം. ഓൾറെഡി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. ഓക്കെ, unperturbed സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ ആൻഡ് കറസ്പോണ്ടിങ് എനർജി eigen values ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഓർ നോട്ട്. ദെൻ നമ്മുടെ ഹാമിൽട്ടോണിയൻ ഈ ഒരു അൺപെർട്ടർബ്ഡ് സിസ്റ്റം ആണെങ്കിൽ ഇതെന്ന് ഒരു ഡിസ്റ്റർബൻസ് സംഭവിച്ചു, പെർട്ടർബ്ഡ് സിസ്റ്റമായി. ഈ പെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ ക്യാൻ സ്പ്ലിറ്റ് ഇൻ ടു 2 പാർട്സ്. അതിലെന്താണ് ഒന്ന്, അത് നമ്മൾ തിയറി പറയുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആവും. അപ്പം നമ്മൾ ഹാമിൽട്ടോണിയൻ 2 പാർട്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഈ 2 പാർട്ടായി സ്പ്ലിറ്റ് ചെയ്യാനാൽ അതെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക, അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ പ്ലസ് ഒരു സ്മോൾ ഡിസ്റ്റർബൻസ് എന്നുള്ള ഫോമിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്യാൻ ബി ഏബിൾ ടു സ്പ്ലിറ്റ്. നെക്സ്റ്റ് അതിൻ്റെ ചേഞ്ച് ഇൻ എനർജി അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതണം, ഒരു ഇൻഫിനിറ്റ് പവർ സീരീസിൻ്റെ ഫോമിലേക്ക് എഴുതാൻ കഴിയണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഏകദേശം ടൈം ഇൻഡിപെൻഡൻറ്റ് ഓർ സ്റ്റേഷനറി പെർട്ടർബേഷൻ തിയറിൻ്റെ കേസിൽ അപ്ലിക്കബിൾ ആവണം. ഇതിന് തന്നെ വേറൊരു പേരുണ്ട്, റെയ്ലെ ഷ്രോഡിഞ്ചർ പെർട്ടർബേഷൻ തിയറി. റെയ്ലെ ഷ്രോഡിഞ്ചർ പെർട്ടർബേഷൻ തിയറി. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയാണ്. ഓക്കെ, നമ്മളെ Schrodinger ഇക്വേഷനിലേക്ക് വരികയാണ്. വി ഹാവ് ദ Schrodinger ഇക്വേഷൻ H psi n is equal to En psi n, where En is the eigen value of the Hamiltonian. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം എന്താണെന്ന് നോക്കാം, വിച്ച് ഈസ് എ പെർട്ടർബ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് സിസ്റ്റം. ഡിസ്റ്റർബ്ഡ് സിസ്റ്റം എന്ന് ഞാൻ പറയില്ല, പെർട്ടർബ്ഡ് സിസ്റ്റം എന്നേ പറയുള്ളൂ. പെർട്ടർബേഷൻ മീൻസ് ഡിസ്റ്റർബൻസ് എന്നാണ്. അപ്പം H psi n is equal to En psi n. അപ്പം നമ്മുടെ ഗോൾ എന്താണ്, ഈ പെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ psi n eigen വേവ് ഫംഗ്ഷനും കറസ്പോണ്ടിങ് എനർജി eigen വാല്യൂസും കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ഗോള്. അപ്പം ഈ ഗോളിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കണ്ടീഷൻ യൂസ് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ പെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ ക്യാൻ ബി ഏബിൾ ടു സ്പ്ലിറ്റ് ഇൻ ടു 2 പാർട്സ്. ഹാമിൽട്ടോണിയൻ 2 പാർട്സായിട്ട് എഴുതണം. അതെങ്ങനെയാണ് എഴുതിയിരുന്നത്, അൺപെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയൻ പ്ലസ് ഒരു സ്മോൾ ഡിസ്റ്റർബൻസിൻ്റെ ടേമിലാണ് എഴുതിയത്. ഈ അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ നമുക്ക് എന്താണ്, നോൺ ആണ്. നമുക്ക് അറിയാം അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ എനർജി eigen വാല്യൂ വേവ് ഫംഗ്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. ഇത് കുറച്ചുകൂടെ ഈ തിയറി പഠിച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ തിയറിയിൽ പറഞ്ഞ കാര്യം കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഹാമിൽട്ടോണിയൻ സ്പ്ലിറ്റ് ചെയ്യാണ്. സോ ലെറ്റ് ദ ഹാമിൽട്ടോണിയൻ, നമ്മൾ H എന്ന് പറഞ്ഞാണ് എഴുതുന്നത്, ഹാമിൽട്ടോണിയൻ ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു 2 പാർട്സ്. Hamiltonian H can be split into 2 parts H. So when H is split into 2 parts, we can write H is equal to H0 plus delta H, which can be rewritten as H0 plus V. Equations ഇപ്പോഴായിട്ട് പോവാം, ഇതിൽ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ച് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ 1, സെക്കൻഡ് ഇക്വേഷൻ 2, അപ്പോൾ ഓരോ എഴുതുന്ന ഇക്വേഷനും നമ്പർ ഇട്ട് ഇങ്ങനെ പോവാം. അപ്പം നമ്മൾ H0 plus delta H, we have to find what? We have to നോ, H0 പറഞ്ഞാൽ എന്താണ്, അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയനാണ്. H0 ഇസ് ദ അൺപെർട്ടർബ്ഡ് സിസ്റ്റം. നിങ്ങൾക്ക് പെർട്ടർബ്ഡ് സിസ്റ്റം അൺപെർട്ടർബ്ഡ് സിസ്റ്റം കൺഫ്യൂഷൻ ആവരുത്. സപ്പോസ് ഇപ്പോൾ ഒരു ഹാർമോണിക് ഓസിലേറ്റർ നോക്കുകയാണെങ്കിൽ അതെന്താണ്, പെർട്ടർബ്ഡ് സിസ്റ്റം അല്ല, അൺപെർട്ടർബ്ഡ് സിസ്റ്റമാണ്. ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസ് നമുക്ക് സോൾവ് ചെയ്തു. ഇനി ഈ ഹാർമോണിക് ഓസിലേറ്റർ അൻഹാർമോണിക് ഓസിലേറ്ററായി. അൻഹാർമോണിക് ഓസിലേറ്റർ ആകുമ്പോൾ സം എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പൊട്ടൻഷ്യലിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കും അൻഹാർമോണിക് ഓസിലേറ്റർ ആവുന്നത്. അപ്പം ആ ഒരു ഹാർമോണിക് ഓസിലേറ്റർ എന്നുള്ള സിസ്റ്റം എന്തായി, അത് ഓൾറെഡി അൺപെർട്ടർബ്ഡ് സിസ്റ്റം ആയിരുന്നു ഹാർമോണിക് ഓസിലേറ്റർ. അൻഹാർമോണിക് ഓസിലേറ്റർ എന്തായിരിക്കും, പെർട്ടർബ്ഡ് സിസ്റ്റം. അപ്പം അങ്ങനത്തെ ടൈപ്പിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്, അതിൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അങ്ങനത്തെ കേസിലാണ്. അപ്പോൾ പെർട്ടർബ്ഡ് സിസ്റ്റം അൺപെർട്ടർബ്ഡ് സിസ്റ്റം പറഞ്ഞിട്ട് ഇതാക്കണ്ട. ഈ ചെയ്യാൻ വന്ന ഈ വി എന്ന് പറയുന്നത് ആ സ്മോൾ പൊട്ടൻഷ്യൽ, ഈ വരുന്ന വി എന്നുള്ള ഈ സ്മോൾ പൊട്ടൻഷ്യലിൻ്റെ കേസ് കൊണ്ടാണ് അൺപെർട്ടർബ്ഡ് സിസ്റ്റം പെർട്ടർബ്ഡ് സിസ്റ്റം ആവുന്നത്. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഞാൻ അതിന് കറസ്പോണ്ടിങ് ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്നും ഇടി. നെക്സ്റ്റ് വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 in 1. ഓക്കെ, നമ്മൾ അങ്ങനെ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് 1 പകരം നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിൽ ലാംഡ എന്നുള്ള പാരാമീറ്റർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം h0 പ്ലസ് ലാംഡ വി സൈ എൻ ഇസ് ഈക്വൽ ടു ഇ എൻ സൈ എൻ. ആഫ്റ്റർ കാൽക്കുലേഷൻ ലാംഡൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പം എന്താണെന്ന് സംഭവം എന്ന് വെച്ചാൽ ഈ വീൻ്റെ എമൗണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് ലാംഡ. ആൻഡ് ലാംഡ ഈസ് നോൺ ആസ് ദ പെർട്ടർബേഷൻ പാരാമീറ്റർ. ലാംഡൻ്റെ വാല്യൂ കണ്ടിന്യൂസ് ആയിട്ട് 0 to 1 വരെ വാരി ചെയ്യും. ഇഫ് ലാംഡൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇവിടെ എന്താവും? എച്ച് കൊളാപ്സസ് ടു h0. ദാറ്റ് ഈസ് അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിന് ഹാമിൽട്ടോണിയൻ പെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ ആവും. മീൻസ് ദർ ഇസ് നോ പെർട്ടർബേഷൻ. ഇഫ് ലാംഡയുടെ വാല്യൂ 1 ആണെങ്കിൽ വിച്ച് ഈസ് ദർ ഇസ് എ മാക്സിമം പെർട്ടർബേഷൻ. അപ്പോൾ ബേസ്ഡ് ഓൺ ലാംഡൻ്റെ വാല്യൂവിലാണ് എമൗണ്ട് ഓഫ് പെർട്ടർബേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യുക. സോ ഇറ്റ് ഈസ് നോൺ ആസ് പെർട്ടർബേഷൻ പാരാമീറ്റർ. അപ്പം നമ്മൾ ലാംഡ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പം ഈ ഇക്വേഷന് നമ്മൾ ഇക്വേഷൻ നമ്പർ ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം കേട്ടോ. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇതിന് ഇക്വേഷൻ നമ്പർ വേണമെന്നില്ല, കാരണം നമുക്ക് പിന്നെ അത് ആവശ്യം വരുന്നില്ല. അപ്പം ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കും. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 2 കിട്ടി. അതിൽ ലാംഡൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, നമ്മളിനി അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണെന്നും കൂടെ കൺസിഡർ ചെയ്യാം. അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ എന്താണ്? h0. അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ സൈ എൻ ഓഫ് 0 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ സൈ എൻ പറഞ്ഞല്ലേ റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ സൈ എൻ ഓഫ് 0 ഇവിടെ h0 കറസ്പോണ്ടിങ് ഇവിടെ 0 എന്ന് സൈൻ ഓഫ് 0 എടുക്കുമ്പം അൺപെർട്ടർബ്ഡ് സിസ്റ്റം. അപ്പോൾ 0 എന്ന് കൊടുക്കുമ്പോൾ എപ്പോഴും അൺപെർട്ടർബ്ഡ് എന്ന് ഓർക്കുക. കറസ്പോണ്ടിങ് എനർജി ഐഗൺ വാല്യൂ ഇ എൻ ഓഫ് 0 എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. സോ consider the Schrodinger equation for unperturbed system. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? h0 psi n of 0 is equal to en of 0 psi n of 0, which is equation number 3, where h0 is the Hamiltonian of unperturbed system, psi n of 0 is the wave function of unperturbed system, and en of 0 is the energy eigen function of the unperturbed system. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ലാംഡയുടെ വാല്യൂ 0 ആകുമ്പം എച്ച് എന്താവും? h0ലേക്ക് കൊലാപ്സ് ചെയ്യും. അപ്പം കറസ്പോണ്ടിങ് ലാംഡയുടെ വാല്യൂ 0 ആവുന്ന കേസിൽ ആ സിസ്റ്റത്തിന് ഉണ്ടാവുന്ന ഹാമിൽട്ടോണിയനാണിത്. ആ സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷനാണ് സൈ എൻ ഓഫ് 0. ആ സിസ്റ്റത്തിൻ്റെ എനർജി ഐഗൺ വാല്യൂ ആണ് ഇ എൻ ഓഫ് 0. അപ്പം ഓക്കെ, ഇനി ലാംഡയുടെ വാല്യൂ അഡ്വാൻസ് ചെയ്യുക. ഓർ ദ ചേഞ്ചിങ് വാല്യൂ ഓഫ് ലാംഡ ഫ്രം 0 to സം 1 എത്തണം എന്നില്ല, ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കേസിൽ. അപ്പം 0 to 1 എത്തുന്ന കേസ് ആകുമ്പം ഇതിന് നമ്മൾ h ഓഫ് 0 എച്ചിലേക്ക് ടെൻസ് ചെയ്യും. സൈ എൻ ഓഫ് 0 സൈ എന്നിലേക്ക് പോവും. ഇ എൻ ഓഫ് 0 ഇ എന്നിലേക്ക് പോവും. നമ്മൾ ആസ് ഓൾറെഡി ഇക്വേഷൻ 1 എക്സ്പ്ലെയിൻ ചെയ്ത പോലെ. ഓക്കെ അല്ലേ? ലാംഡയുടെ വാല്യൂ 0 to 1 ആകുമ്പോൾ മാക്സിമം പെർട്ടർബേഷൻ നടക്കും. മാക്സിമം പെർട്ടർബേഷൻ നടക്കുന്ന കേസിൽ ഇവിടെ ലാംഡ പ്ലസ് 1 ആവുന്ന കേസ്. അപ്പോൾ h0 പ്ലസ് വി സൈ എൻ ഇസ് ഈക്വൽ ടു ഇ എൻ സൈ എൻ. h0 പ്ലസ് വി എന്നാൽ എച്ച് ആവും. h0 എന്താവും? എച്ച് ആവും. സൈ എൻ ഓഫ് 0 സൈ എൻ ആവും. ഇ എൻ ഓഫ് 0 ഇ എൻ ആവും. അഗൈൻ സൈ എൻ ഓഫ് 0 ബിക്കംസ് സൈ എൻ. ഓക്കെ, സോ ലാംഡയുടെ വാല്യൂ ഫ്രം 0 to 1 ആകുമ്പോൾ ഇ എൻ ഓഫ് 0 ഇ എൻ ആവും. സൈ എൻ ഓഫ് 0 സൈ എൻ ആവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഇ എന്നും സൈ എന്നും ഈ സ്മൂത്ത്ലി ഇവോൾവ് ഫ്രം ഇ എൻ കറസ്പോണ്ടിങ് ഇ എൻ ഓഫ് 0 എന്നാണ് ഇവോൾവ് ചെയ്തത്. സൈ എൻ ഓഫ് 0 ആണ് എന്നാണ് ഇവോൾവ് ചെയ്തത്. എപ്പം? വിത്ത് റെസ്പെക്ട് ടു ഇൻക്രീസിങ് ഓഫ് ലാംഡ. അല്ലെങ്കിൽ നമുക്ക് എഴുതാം ഇതിൻ്റെ ഇടയിൽ ഇ എൻ ഓഫ് 0ൻ്റെയും ഇ എന്നിൻ്റെയും ഇടയിൽ, ഓർ സൈ എൻ ഓഫ് 0ൻ്റെയും സൈ എന്നിൻ്റെ ഇടയിൽ ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓർ നമ്മൾ തിയറിയിൽ പറഞ്ഞിരുന്നു, മീൻസ് തിയറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു എനർജി ഐഗൺ ഫംഗ്ഷനും വേവ് ഫംഗ്ഷനും ഈസ് ഇൻഫിനിറ്റ് പവർ സീരീസിൻ്റെ ഫോമിൽ എഴുതാൻ കഴിയണം. ആ എഴുതാൻ കഴിയുന്ന ഒരു ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു അനലറ്റിക് ഫംഗ്ഷനിലേക്ക് നമ്മൾ ഇ എന്നും സൈ എന്നും മാറ്റുകയാണ്.
കാരണം എന്താണ്, ഇ എന്നും സൈ എന്നും ഇ എൻ ഓഫ് സീറോ എന്നും കറസ്പോണ്ടിങ് സൈ എൻ ഓഫ് സീറോ എന്നുമാണ് ഇവോൾവ് ചെയ്യുന്നത് ഇങ്ങനെ ലാംഡൻ്റെ അഡ്വാൻസ്. അപ്പോൾ നമുക്കിത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ്റെ ഫോമിലേക്ക് മാറ്റുകയാണ്. അനലിറ്റിക് ഫംഗ്ഷൻ ഓഫ് ലാംഡൻ്റെ ചേഞ്ചിനനുസരിച്ചാണ് ഇ എൻ ഓഫ് സീറോ ഇ എൻ ആയി മാറുന്നത്, സൈ എൻ ഓഫ് സീറോ സൈ എൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പവർ സീരീസ് വിത്ത് റെസ്പെക്ട് ടു ലാംഡയിലൂടെ നമ്മൾ ഇ എന്നും സൈ എന്നും ഒരു പവർ സീരീസിലാക്കിയിട്ടാണ് നമുക്ക് എഴുതാൻ കഴിയും. സോ ദിസ് ക്യാൻ ബി റീറിട്ടൺ ആസ് ഇ എൻ ആൻഡ് സൈ എൻ സ്മൂത്ത്ലി ഇവോൾവ്സ് ഫ്രം psi n of 0 and en of 0 with the increase of lambda. That is, there is a one-to-one correspondence between en of 0 and en sin of 0 and psi. അപ്പം en and sin can be rewritten as, അല്ലെങ്കിൽ should be an analytic function of lambda. So we can rewrite as en and sin as en is equal to en of 0 plus lambda, s is equal to 1 to infinity, lambda raised to s en of s, which is the equation number 4. Similarly, sin as sin of 0 plus sigma, s is equal to 1 to infinity, lambda is sin of s. അപ്പം ഈ ഒരു രണ്ട് എക്സ്പ്രഷൻസും ഓർത്ത് വെക്കാം. നമ്മൾ ബേസ്ഡ് ഓൺ ഇതിനെ വെച്ചിട്ടാണ് നമുക്ക് ഫർദർ പെർട്ടർബേഷൻ്റെ ഫസ്റ്റ് കറക്ഷൻസൊക്കെ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ഓക്കെ അല്ലേ? നമ്മൾ ഇ എന്നും സൈ എന്നും ഇൻ ടേംസ് ഓഫ് ലാംഡയുടെ അനലിറ്റിക് ഫംഗ്ഷൻ്റെ ഫോമിലേക്ക് എക്സ്പാൻഡ് ചെയ്തെഴുതി. ഇത്രയും ഓക്കെ. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 2 കൺസിഡർ ചെയ്യുക. ഇക്വേഷൻ നമ്പർ 2 എന്തായിരുന്നു? ഇക്വേഷൻ നമ്പർ 2 പറഞ്ഞാൽ എച്ച് 0 പ്ലസ് ലാംഡ വി സൈ എൻ ഇസ് ഈക്വൽ ടു ഇ എൻ സൈ എൻ. ഓക്കെ, അതിന് നമ്മൾ ലെഫ്റ്റ് നിന്ന് സൈ എൻ ഓഫ് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ലെഫ്റ്റ് നിന്നാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദെൻ ഇവിടെ ബ്രാക്കറ്റ് എന്നുള്ള നൊട്ടേഷൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ജനറലായിട്ട് ഒരു ബ്രാക്കറ്റ് പോലെയാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റ് യൂസ് ചെയ്യാം, മീൻസ് ബ്രാക്കറ്റ് നൊട്ടേഷൻസ് യൂസ് ചെയ്യാം. നമ്മളിവിടെ ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് സിംപ്ലി കേളി സാധാ ബ്രാക്കറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും ഇക്വേഷൻ നമ്പർ 2 കൺസിഡർ ചെയ്യുക. 2ന്ന് ലെഫ്റ്റ് വിത്ത് സൈ എൻ ഓഫ് 0 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് സൈ എൻ ഓഫ് 0 എച്ച് 0 പ്ലസ് ലാംഡ വി സൈ എൻ ഇസ് ഈക്വൽ ടു ഇ എൻ സൈ എൻ ഓഫ് 0 സൈ എൻ. ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ബ്രാക്കറ്റ് സാധാ ബ്രാക്കറ്റ് എഴുതി, മീൻസ് ഇതെന്താണ്, സ്കാലാർ മൾട്ടിപ്ലിക്കേഷനാണ്. ദെൻ എച്ച് 0 പ്ലസ് ലാംഡ വി പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇനി ബ്രാക്കറ്റ് ഇടേണ്ട കാണിക്കാൻ വേണ്ടി ഞാൻ മേലെ ഒരു ലൈൻ വരച്ചു. അതായത് എച്ച് 0 പ്ലസ് ലാംഡ വി ഒരൊറ്റ ഇക്വേഷൻ 2 നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും? ഇ എൻ ഒരു സ്കേലാറാണ്, ഇ എൻ ഇൻറ്റു സൈ എൻ ഓഫ് 0 സൈ എൻ. നമ്മളൊരു അസംഷൻ എടുക്കുകയാണ്, സൈ എൻ എന്നുള്ള വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സൈ എൻ ഓഫ് 0 ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി 1 ആയിരിക്കും. അവിടെ ഒരു കണ്ടീഷൻ എടുക്കുകയാണ്, വി ഹാവ് അപ്രോക്സിമേറ്റ് സൈ എൻ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സൈ എൻ ഓഫ് 0. അപ്പോൾ എന്താവും? സൈ എൻ ഓഫ് 0 സൈ എൻ ബ്രാക്കറ്റിൽ സൈ എൻ ഓഫ് 0 സൈ എൻ എന്തായിപ്പോവും? 1 ആയിപ്പോവും. അപ്പം അതിൻ്റെ ഈ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും? ഇ എൻ നമുക്ക് 4 കിട്ടും. 4 വി ഗെറ്റ് ഇ എൻ ഇസ് ഈക്വൽ ടു എന്താണ്? ഇ എൻ ഓഫ് 0 പ്ലസ് സിഗ്മ എസ് ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ലാംഡ റൈസ് ടു എസ് ഇ എൻ ഓഫ് എസ്. അപ്പം ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഫോമിലേക്ക് ഞാൻ മാറ്റി എഴുതാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇക്വേഷൻ എടുത്തെഴുതി. വി ഗെറ്റ് സൈ എൻ ഓഫ് 0 എച്ച് 0 പ്ലസ് ലാംഡ വി സൈ എൻ ഇസ് ഈക്വൽ ടു ഇ എൻ. ഫ്രം ഇക്വേഷൻ ഓർ വി ക്യാൻ റൈറ്റ് ഇ എൻ ആസ് ഇ എൻ ഓഫ് 0 പ്ലസ് സിഗ്മ എസ് ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ലാംഡ റൈസ് ടു എസ് ഇ എൻ ഓഫ് എസ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഈ ബ്രാക്കറ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ദെൻ ഫസ്റ്റ് ടൈം എന്ത് വരും? സൈ എൻ ഓഫ് 0 ഇവിടെ എച്ച് 0 ആട്ടോ, 0 ഉണ്ട് അവിടെ. സൈ എൻ ഓഫ് 0 എച്ച് 0 സൈ എൻ പ്ലസ് ലാംഡ പാരാമീറ്റർ ആണ്, സോ വിച്ച് ക്യാൻ ബി ടേക്കൺ ആസ് ഔട്ട്സൈഡ് ലാംഡ ഇൻറ്റു സൈ എൻ ഓഫ് 0 വി സൈ എൻ. അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു ഇ എൻ ഓഫ് 0 പ്ലസ് സിഗ്മ എസ് ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ലാംഡ റൈസ് ടു എസ് ഇ എൻ ഓഫ് എസ്. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ജസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ വരുത്തണം. മോഡിഫൈ വരുത്താൻ വേണ്ടി നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്ട്രോഡിഞ്ചർ ഇക്വേഷൻ അറിയാം. എച്ച് സൈ എൻ ഇസ് ഈക്വൽ ടു ഇ എൻ സൈ എൻ നമ്മൾ പഠിച്ചു. ഓക്കെ, അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ ഹാമിൽട്ടോണിയൻ എച്ച് 0 കറസ്പോണ്ടിങ് വേവ്സ് ഫംഗ്ഷൻ സൈ എൻ ഓഫ് 0
എനർജി ഐഗൺ വാല്യൂ En(0). അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വി ഹാവ് H0 psi n(0) is equal to En(0) psi n(0). അപ്പം ഈ ഒരു പ്രീവിയസ് ഇക്വേഷനിൽ ഇവിടെ H0 ഈ psi n(0) ആക്ട് ചെയ്യുമ്പം ഇത് ആക്ച്വലി ബ്രാ psi n(0) ആണ് ഈ ഭാഗത്ത് എഴുതുന്നത്. നമ്മളൊരു ബ്രാക്കറ്റിൻ്റെ സിംപ്ലി യൂസ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? H0 ഇതിപ്പോൾ കെറ്റിൻ്റെ മേലെ ഞാൻ ആക്ട് ചെയ്യുന്ന ഫോമിൽ എഴുതിയത്. ബ്രായിൽ എഴുതിയാൽ എന്താ കിട്ടുക? En(0) തന്നെയല്ലേ കിട്ടുക? En(0) ഒരു ഹെർമീഷ്യൻ ആയതുകൊണ്ട് അതിൻ്റെ ഡാഗറും സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഹാമിൽട്ടോണിയൻ ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററാണ്. അതുകൊണ്ട് നിങ്ങൾ കോംപ്ലക്സ് എന്നുള്ള വാല്യൂ ഒന്നും നോക്കണ്ട. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? H0 psi n(0) En(0) psi n(0) ആക്ട് ചെയ്യുന്ന പോലെ ഈ H0 ബ്രാ psi n(0) ഈ ബ്രായും കറ്റൊന്നും ഇവിടെ കൺസിഡർ ചെയ്യേ വേണ്ട. H0 psi n(0) ആക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? En(0) ദെൻ അഗൈൻ En(0) നമുക്ക് ബ്രാക്കറ്റിൻ്റെ പുറത്തെടുക്കാം. ബാക്കി ഉണ്ടാവുക psi n(0) psi n. ഓക്കെ, അപ്പോൾ ഞാനിത് നെക്സ്റ്റ് ഇക്വേഷനിലേക്ക് മാറ്റി എഴുതാണ്. സോ അങ്ങനെ ആക്ട് ചെയ്യുമ്പം വി ഗെറ്റ് ഈ ഒരു ഇക്വേഷനിൽ En(0) psi n(0) psi n പ്ലസ് ലാംഡ psi n(0) വി psi n is equal to റൈറ്റ് ഹാൻഡ് സൈഡ് അതേപോലെ എഴുതി En(0) പ്ലസ് സിഗ്മ എസ് is equal to 1 to infinity ലാംഡ റൈസ് ടു എസ് En of s. പ്രീവിയസ് കേസിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ട്. psi n is approximately equal to psi n(0). സോ ദ സ്കാലർ ബ്രാക്കറ്റ് ബിറ്റ്വീൻ psi n(0) ആൻഡ് psi n becomes 1. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസിൽ. അപ്പം ഈ ബ്രാക്കറ്റ് 1 ആവും. ദെൻ ഇവിടെ ഈ ഫസ്റ്റ് ടേമിൽ En(0) മാത്രമേ ഉണ്ടാവുള്ളൂ. So we get En(0) plus lambda into psi n(0) v psi n is equal to En(0) plus sigma s is equal to 1 to infinity lambda raised to En of s. ബോത്ത് സൈഡിൽ En(0) ഉണ്ട്, ക്യാൻസൽ ചെയ്തു. ദെൻ ഞാൻ RHS LHSൻ്റെ ഫോമിലേക്ക് LHSലേക്ക് മാറ്റി. ദെൻ സിഗ്മ എസ് ഇസ് ഈക്വൽ ടു 1 to infinity lambda raised to s En of s എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു psi n(0) v psi n. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിൽ psi n ഉണ്ട്. ഈ psi n ഒരു എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് psi n(0) നമ്മൾ ഇക്വേഷൻ 5 കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഈ psi n ഇക്വേഷൻ 5 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ psi n ഫ്രം ഇക്വേഷൻ 5. ദെൻ വി ഗെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ psi n ഫ്രം ഇക്വേഷൻ 5. സോ നമുക്കെങ്ങനെ എഴുതാം? സിഗ്മ എസ് ഇസ് ഈക്വൽ ടു 1 to infinity ലാംഡ റൈസ് ടു എസ് En of s is equal to ലാംഡ ഇൻറ്റു psi n(0) v. ദെൻ psi n ഇൻ ടേംസ് ഓഫ് psi n(0) ഓർ അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലാംഡ psi n(0) v psi n(0) പ്ലസ് സിഗ്മ എസ് ഇസ് ഈക്വൽ ടു 1 to infinity ലാംഡ റൈസ് ടു എസ് psi n of s. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ബ്രാക്കറ്റ് ഇടണ്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ മേലൊരു ലൈൻ ഇട്ടു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഈ ലാംഡ ഉള്ളിലേക്ക് എടുത്തു. ഈ ലാംഡ ഉള്ളിലേക്ക് എടുത്താൽ എന്താ ഉണ്ടാവുക? ഈ psi n ലാംഡ ഉണ്ടാവും. ഇവിടെ ഒരു ലാംഡേൻ്റെ പവർ ജസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പം ആ ഒരു പവർ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ കൂടെ പകരം ഞാൻ ഈ എസിൻ്റെ ലിമിറ്റ് ഒന്ന് 0 ആക്കി. അതായത് ഞാൻ ഈ ഒരു ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്തു. psi n(0) അതേപോലെ എഴുതാം, v അതേപോലെ എഴുതാം. ഈ ലാംഡ ഉള്ളിലേക്ക് എടുത്താൽ ഇവിടെ ഒരു ലാംഡ വരും. അപ്പോൾ നമ്മൾ എന്തായാലും n ഇവിടെ 1 എന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇവിടെ ലാംഡ വരുന്നതുകൊണ്ട് n is equal to 0 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ s is equal to 0 to infinity lambda s plus 1 psi n of s. ഇത് ആക്ച്വലി ഇക്വേഷൻ തന്നെ. ഫോർ എക്സാമ്പിൾ s is equal to 0 എന്ന് കൊടുത്താൽ എന്ത് വരും? ലാംഡ 1 വരും. അപ്പോൾ psi n of 0 s 0 psi n of 0. അപ്പോൾ ഇവിടെ ശരിക്കും ലാംഡ sin of 0 വരും. നെക്സ്റ്റ് അടുത്ത ടേം s is equal to 1 കൊടുത്താൽ ഈ ടേമും വരും. ഈ s ഉള്ളോട്ട് എടുത്താൽ ഇവിടെ എന്തുണ്ടാവും? ഒരു s plus 1 ഉണ്ടാവും. അപ്പം ഈ ഒരു ഇക്വേഷനെ ജസ്റ്റ് ഒറ്റ ടേമായിട്ട് മോഡിഫൈ ചെയ്തു. ഇനി ഞാൻ വീണ്ടും ലാംഡയെ പുറത്തോട്ട് തന്നെ എടുക്കാൻ പോവുകയാണ്. ദെൻ ഈ ലാംഡ റൈസ് ടു എസ് പ്ലസ് 1 പുറത്തെടുക്കുമ്പോൾ സിഗ്മ എസ് ഇസ് ഈക്വൽ ടു 0 to infinity ലാംഡ റൈസ് ടു എസ് പ്ലസ് 1 psi n of 0 v psi n of s. അഗെയിൻ ജസ്റ്റ് ലിമിറ്റ് ചേഞ്ച് ചെയ്തു. എസ് അഗെയിൻ 1 ആയി. എസ് 1 ആവുന്നതിന് കറസ്പോണ്ടിങ് എസ് പ്ലസ് 1 എസ് ആവും, എസ് എസ് മൈനസ് 1 ആവും. ഓക്കെ, അപ്പം എന്താവും ഈ ഇക്വേഷൻ? എസ് ഇസ് ഈക്വൽ ടു 1 to infinity ലാംഡ റൈസ് ടു എസ് psi n of 0 v psi n s മൈനസ് 1. ഇതൊക്കെ ആക്ച്വലി ഈക്വലൻ്റ് ആണ്. ഇവിടെ 0ക്ക് പകരം ഇവിടെ 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ 0ൽ സ്റ്റാർട്ട് ചെയ്താലും ലാംഡൻ്റെ ഫസ്റ്റ് വേറെ 1 ഉണ്ടാവുക. ഇവിടെ 1ൽ സ്റ്റാർട്ട് ചെയ്താലും 1. ഇവിടെ 0ൽ സ്റ്റാർട്ട് ചെയ്താൽ ലാംഡയുടെ ഫസ്റ്റ് വേറെ 0. ഇവിടെ 1ൽ സ്റ്റാർട്ട് ചെയ്താൽ എസ് മൈനസ് 1 പറയുമ്പോൾ 0. അപ്പോൾ ഒക്കെ എന്താണ്? ഈക്വലാണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ വരെ നമ്മൾ എത്തി. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ലാംഡയുടെ എസ്ത് പവർ ഇക്വേറ്റ് ചെയ്യാണ്.
നമ്മളിവിടെ ഓരോ എനർജിയിലും പെർട്ടർബേഷൻ മൂലം ഉണ്ടാകുന്ന എനർജി ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് ആണെന്ന് പറഞ്ഞു. ഈ ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് എന്തിൻ്റെയാണ്? അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെയാണ് ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ്. ഇനി പെർട്ടർബ്ഡ് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു പെർട്ടർബേഷൻ സംഭവിച്ചു. അപ്പോൾ ഈ ഡിസ്ക്രീറ്റ് എനർജി ലെവൽസിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കറക്ഷൻ ഉണ്ടാവും. പെർട്ടർബേഷൻ അതിൻ്റെ കറക്ഷൻ എന്ന് പറയാം. ഈ എനർജി കറക്ഷൻസ് ആണ് നമ്മളിനി കണ്ടുപിടിക്കുന്നത്. ഈ എനർജി കറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ, ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതായിരുന്നു കേട്ടോ, ഞാൻ ഇത് എടുത്തെഴുതില്ല, നിങ്ങൾ എഴുതുമ്പോൾ ഇത് എടുത്തെഴുതുക. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും? സിഗ്മ എസ് ഇസ് ഈക്വൽ ടു 1 to infinity ലാംഡ റൈസ് ടു എസ് CN ഓഫ് എസ് ഇസ് ഈക്വൽ ടു സിഗ്മ എസ് ഇസ് ഈക്വൽ ടു 1 to infinity ലാംഡ റൈസ് ടു എസ് SIN ഓഫ് 0 V SIN ഓഫ് S - 1. ഈ രണ്ട് പവറും ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നത്. പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ എസ്ത് പവർ ഓഫ് എനർജി കറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ലാംഡയുടെ എസ്ത് പവർ ഇക്വേറ്റ് ചെയ്യുക. സോ equating sth power of lambda, then we get the sth order correction to energy. Equating sth power of lambda, then we get sth order correction to energy. സോ നമ്മളങ്ങനെ എസ്ത് ഓർഡർ കറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ്റെ ലാംഡയുടെ എസ്ത് പവർ ഇക്വേറ്റ് ചെയ്യുക. ലാംഡയുടെ എസ്ത് പവർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ ടേമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. വി ഗെറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ EN ഓഫ് S ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? SIN ഓഫ് 0 V SIN S - 1 ഫോർ ദ കണ്ടീഷൻ S ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി ഇതിൽ നിന്ന് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ കിട്ടാൻ വേണ്ടി എസ്ത് ഓർഡർ കറക്ഷൻ ആണിത്. ദെൻ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എന്താവും? സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ പുട്ട് S ഇസ് ഈക്വൽ ടു 1, വി ഗെറ്റ് ദ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ആസ് EN ഓഫ് 1 ഇസ് ഈക്വൽ ടു SIN ഓഫ് 0 V SIN ഓഫ് 0. ഇതിനെ നമുക്ക് VN എന്ന് വിളിക്കാം. SIN ഓഫ് 0 V SIN ഓഫ് 0 ഇസ് ദ VN. ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു മാട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണ്. അല്ലെങ്കിൽ VNN പറഞ്ഞാൽ എന്താണ്? VNN N ഈക്വൽ ടു N ആണ് ഇവിടെ. അപ്പോൾ എന്താണ്? ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. സോ VNN ഈസ് ദ ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് ദ മാട്രിക്സ് VKN, വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ ഡിഫൈൻ ചെയ്യാം? VKN ഇസ് ഈക്വൽ ടു SIK ഓഫ് 0 V SIN ഓഫ് 0. അപ്പോൾ ഈ ഒരു ഫോമാറ്റിൽ നമ്മൾ മാട്രിക്സ് എഴുതിയാൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ആണ് എന്ത്? അതിൻ്റെ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ കിട്ടി. ഈ എസ്ത് ഓർഡർ ഇക്വേറ്റ് ചെയ്തതൊന്നും ഡൗട്ടില്ലല്ലോ. ദെൻ അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ കിട്ടി. ഇത് മാട്രിക്സ് റെപ്രസെൻറ്റേഷനാണ്, നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. ദെൻ സെക്കൻഡ് ഓർഡർ കറക്ഷൻ കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് S ഇസ് ഈക്വൽ ടു 2. ദെൻ വി ഗെറ്റ് EN ഓഫ് 2 as SIN ഓഫ് 0. ഇതിന് മാറ്റമൊന്നുമില്ല കേട്ടോ, ഇവിടെ 0 തന്നെ, S ഇല്ല. V SIN ഓഫ് 2 - 1 എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഓർഡർ കറക്ഷനും കൂടെ ഒന്ന് നോക്കാം. സോ നമ്മുടെ സെക്കൻഡ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി എന്താവും? EN ഓഫ് 2 ഇസ് ഈക്വൽ ടു SIN ഓഫ് 0 V SIN ഓഫ് 1. ഓക്കെ, പ്രീവിയസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ഓർഡർ കറക്ഷനാണ്. ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എന്തായിരുന്നു? EN ഓഫ് 2 ഇസ് ഈക്വൽ ടു SIN ഓഫ് 0 V SIN ഓഫ് 0. SIN ഓഫ് 0 എന്താണ്? അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ. അത് ഓൾറെഡി നോൺ ആയിരിക്കണമെന്ന് പെർട്ടർബേഷൻ്റെ കണ്ടീഷനിലുണ്ടെങ്കിൽ മാത്രമേ പെർട്ടർബേഷൻ തിയറി നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ബട്ട് വാട്ട് അബൌട്ട് SIN ഓഫ് 1? എന്താ SIN ഓഫ് 1? SIN ഓഫ് 1 കണ്ടുപിടിച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? EN ഓഫ് 2 കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് എനർജി സെക്കൻഡ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ EN ഓഫ് 2 കണ്ടുപിടിക്കണമെങ്കിൽ, വി ഹാവ് ടു ഫസ്റ്റ് ഫൈൻഡ് വാട്ട് ഈസ് SIN ഓഫ് 1. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് SIN ഓഫ് 1 ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഇക്വേഷൻസ് കൊടുക്കുകയാണ്. ലാസ്റ്റ് ഞാൻ കൊടുക്കുന്ന ഇക്വേഷൻ EN ഓഫ് S ഇല്ലേ, ഇതിന് ഇക്വേഷൻ നമ്പർ 6 എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഈ നമ്പർ കണ്ടിന്യൂസ് ആയിട്ടാണ് അടുത്ത ക്ലാസ്സിലും വരുന്നത്. ദെൻ EN ഓഫ് S എന്ന് കണ്ടുപിടിച്ചത് 6. ദെൻ EN ഓഫ് 2 കണ്ടുപിടിച്ചത് 7. EN ഓഫ് 2 ഈസ് ദ ഇക്വേഷൻ നമ്പർ 7. ഈ ഇക്വേഷൻ തന്നെ ഫോളോ ചെയ്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഡൗട്ട് വരില്ല. അപ്പം ഈ 7ഉം 6ഉം കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യുന്ന ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ടോപ്പിക് തന്നെ എന്താണ്? EN ഓഫ് 2 കാണണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? SIN ഓഫ് 1 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ SIN ഓഫ് 1 ഫസ്റ്റ് കണ്ടുപിടിക്കും. ദെൻ SIN ഓഫ് 1 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് EN ഓഫ് 2 കണ്ടുപിടിക്കും. ദെൻ നെക്സ്റ്റ് EN ഓഫ് 3 എന്തായിരിക്കും വരിക? EN ഓഫ് 3 ഇസ് ഈക്വൽ ടു SIN ഓഫ് 0 V SIN ഓഫ് 2. അപ്പോൾ SIN ഓഫ് 2 കണ്ടുപിടിക്കണം. അങ്ങനത്തെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്, അതെന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പം ഇത്രയും ഒന്ന് ജസ്റ്റ് നോക്കുക. അപ്പം ഓക്കെ, താങ്ക് യു.